എന്താടാ? എന്താവാനാടാ, പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ. കൂടെ സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും കാര്യമില്ലല്ലോടാ. അവർക്ക് സ്കിൽസ് ആണ് വേണ്ടത്. ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാൻ ഈ പരിപാടി നിർത്തിയാലോന്ന് ആലോചിക്കുവാടാ. നീ ഇങ്ങനെ മൈൻഡ് കളയണ്ടടാ, നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം. ശരിയാടാ, എന്നാ പിന്നെ വിളിക്കാം. Please stand away from the doors. സാർ, എടാ എന്തായടാ? അതൊന്നും നടക്കും തോന്നില്ലടാ. Akshay, we have carefully reviewed your profile, and I'm very sorry to inform you that I don't think you would match our company requirements. So, I wish you all the best for your future. ഡാ 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 എടാ, നീ കഴിക്കാൻ വരുന്നില്ലേ? ഇല്ലടാ, നിങ്ങൾ വയ്ക്കോ. എടാ, എടാ പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചേ. എടാ, ഈ ലോഞ്ച് പാഡ് കേരള എന്ത് സംഭവം? ലോഞ്ച് പാഡ് കേരള എന്ന് പറയുന്നത് നമ്മുടെ മ്യൂലാൻഡ് ഒരു ഇനീഷ്യേറ്റീവ് ആണ്. IEEE കേരള സെക്ഷനും കേരള നോളജ് എക്കണോമി മിഷനും ചേർന്നുള്ളൊരു ഇനീഷ്യേറ്റീവ്. സോ അതിനകത്ത് ഇൻഡസ്ട്രിയും സ്കിൽഡ് ഗ്രാജുവേറ്റ്സും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഇനീഷ്യേറ്റീവ്. പക്ഷേ നീ ഇതിനകത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ നീ മ്യൂലാൻഡിൽ ലെവൽ 4 ആയിരിക്കണം. എടാ, ഈ ലെവൽ 4 ആവാൻ എന്താ ചെയ്യണ്ടേ? അത് വലിയ പണിയൊന്നുമല്ല. മ്യൂലാൻഡ് ഡിസ്കോഡ് സെർവറിൽ കുറേ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിനക്ക് ഈസി ആയിട്ട് തോന്നുന്ന കുറച്ച് ടാസ്ക് ചെയ്താൽ മതി. സോ ബേസിക്കലി നീ ആദ്യം ലെവൽ 1 ആയിരിക്കും. അതിനകത്തു നിന്ന് നീ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ നീ ലെവൽ 2 ആവും. അത് കഴിഞ്ഞ് ലെവൽ 2 നിന്ന് ലെവൽ 3 ആവാനായിട്ട് നിനക്ക് ബ്ലൈൻഡ് ടൈപ്പിംഗ് അറിയാമല്ലോ അല്ലേ? സോ ബേസിക്കലി അവിടെ സെർവറിലാണ് നമുക്കൊരു ടൈപ്പിംഗ് ചലഞ്ച് ഉണ്ട്. അപ്പോൾ നീ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 ലെവൽ കംപ്ലീറ്റ് ചെയ്താൽ നിനക്ക് 400 കർമ്മ അടിക്കാൻ പറ്റുന്നതാണ്. സോ ആകുമ്പോഴത്തേക്ക് നീ ലെവൽ 3 ആവുന്നതാണ്. അപ്പോൾ ഇനി ലെവൽ 3 നിന്ന് ലെവൽ 4 ആവാനായിട്ട് നമുക്കൊരു 800 കർമ്മ പോയിന്റ് വേണം. സോ ബേസിക്കലി അതിനും കുറേ സിമ്പിൾ ടാസ്ക് ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുന്ന 2-3 എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മാർക്ക് ഡൗൺ ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ടു കമാൻഡ് ലൈൻ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ടു ഗിറ്റപ്പ് പേജസ് ഉണ്ട്, പിന്നെ ട്രൈ ഹാക്മിയുടെ കുറച്ച് ടാസ്കുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ ബേസിക്കലി നമുക്ക് ഈസി ആയിട്ട് ലെവൽ 4 ആവുന്നതാണ്. അപ്പോൾ ലെവൽ 4 ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോഞ്ച് പാഡിനകത്ത് സുഖമായിട്ട് അപ്ലൈ ചെയ്യാം.